അമലയുടെയും വിജയുടെയും വെഡ്ഡിംഗ് വിശേഷം കഴിഞ്ഞു. അടുത്തതായി നമുക്കൊരു ഗസ്റ്റ് ഉണ്ട്. നിതിൻ ഈസ് എ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫർ ആൻഡ് വീഡിയോഗ്രാഫർ. ഏകദേശം 35 രാജ്യങ്ങളിൽ യാത്ര ചെയ്ത് അവിടെയെല്ലാം വെഡ്ഡിംഗ് കവർ ചെയ്തിട്ടുള്ള ഒരാളാണ്. ശരിക്കും അമലയുടെ തന്നെ വെഡ്ഡിംഗ് കവർ ചെയ്തത് നിതിനാണ്. സോ അദ്ദേഹമാണ് ഇന്ന് ഇവിടെ എത്തിയിരിക്കുന്നത്. അടുത്തതായി ലുലു സെലിബ്രേറ്റ് വെഡ്ഡിംഗ് മന്ത്രയിൽ എക്സ്പെർട്ട് ടോക്ക്. Hi, my name is Nitin George. I'm part of Happily Ever After Photography. I'm the chief photographer and the partner of the company. I've been a photographer for almost 8 to 9 years now. I've done a lot of destination weddings. ഒരു 32 ഡിഫറെൻറ്റ് രാജ്യങ്ങളിലായിട്ട് ഡെസ്റ്റിനേഷൻ വെഡിങ്സ് ഹാൻഡിൽ ചെയ്തിട്ടുണ്ട്. റൈറ്റ് നൗ ഒരു ലാസ്റ്റ് 4 years ആയിട്ട് ഞാനിപ്പോൾ കൊച്ചിയിൽ സെറ്റിൽ ഡൗൺ ചെയ്തേക്കാണ് വിത്ത് ഹാപ്പിലി എവർ ആഫ്റ്റർ ഫോട്ടോഗ്രഫി ആൻഡ് വി ഡു കാൻഡിഡ് വെഡിങ് ഫോട്ടോഗ്രഫി ആൻഡ് വീഡിയോഗ്രഫി ഓൾ അറൗണ്ട് ഇന്ത്യ നൗ. We had the privilege of doing Amala Paul Vijay wedding. അത് ഞങ്ങളുടെ ചെയ്തതിൽ ഒരു വൺ ഓഫ് ദ ബിഗ്ഗസ്റ്റ് വെഡിങ്സ്. We had the whole crew involved in that. ഒരു 35 people were involved in the whole wedding. 7 photographers and 8 videographers. ഞങ്ങൾ യൂസ് ചെയ്ത എക്യുപ്മെൻറ്റ്സ് ഏറ്റവും ഹൈ എൻഡ് എക്യുപ്മെൻറ്റ്സാണ് ഞങ്ങൾ യൂസ് ചെയ്തത്. We tried a few different things in that wedding. We tried using a couple of cine-related cameras. Use C300, GoPro use that. We used the aerial photography at that time. It was just coming into the business. Happily Ever After, actually, Amala Paul wedding matrala. We handle regular weddings also. Usually our packages, wedding packages start from above 50,000. And we can take anything as big as Amala Paul or even bigger than that. So we cannot be stereotyped as a luxury wedding photography. We can handle both. Happily Ever After photography actually weddings all over India handle ചെയ്യുന്നുണ്ട്. Not only in Cochin, we also handle weddings in Bombay, Chennai. Our office though is based out of Edapalli here in Cochin. അടുത്ത എൻ്റെ ഫേവറേറ്റ് സെഗ്മെൻ്റ് ആണ്. പൊതുവെ നമ്മൾ വെഡ്ഡിങ് ഫിക്സ് ചെയ്യുകയാണെങ്കിൽ ഡ്രസ്സ് എടുക്കണം എന്നുള്ളതാണ് ആദ്യത്തെ കൺഫ്യൂഷൻ. ആ കൺഫ്യൂഷൻ മാറ്റാൻ വേണ്ടി അടുത്തായി ലുലു സെലിബ്രേറ്റ് വെഡ്ഡിംഗ് മന്ത്രയിൽ ഗോൾഡൻ ത്രെഡ്സ്. ലുലു സെലിബ്രേറ്റ് വെഡ്ഡിംഗ് മന്ത്ര ഗോൾഡൻ ത്രെഡ്സ്. അപ്പം ഇനി ഞാനൊരു ചെറിയ ട്രിക്കാണ് പറയാൻ പോകുന്നത്. അതെന്തായാലും പെൺകുട്ടികൾക്ക് വേണ്ടിയുള്ളതല്ല, ആണുങ്ങൾക്ക് വേണ്ടിയുള്ളതാണ്. നമ്മളൊരു വെഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഫംഗ്ഷനാണ്. സംഗീതമുണ്ട്, മെഹന്തി ഉണ്ട്, എൻഗേജ്മെൻ്റ് ഉണ്ട്, റിസപ്ഷൻ ഉണ്ട്, വെഡ്ഡിംഗ് ഡേ ഉണ്ട്. ഇതിനെല്ലാത്തിനും ഡ്രസ്സ് എടുക്കണമെങ്കിൽ മിക്കവാറും ഒരുപാട് കടകളിൽ ഇതിന് ഓരോന്നിനും വേണ്ടി പോകേണ്ടി വരും. പക്ഷേ ഇതെല്ലാം ഒരു സ്ഥലത്ത് കിട്ടുവാണെങ്കിലോ, ഞാനിപ്പോൾ ലുലു സെലിബ്രേറ്റിലാണ്. ഇവിടെ എല്ലാ ടൈപ്പ് ഡ്രസ്സുകളും ഉണ്ട്, എല്ലാ ഫംഗ്ഷനും ഉള്ളത്. എന്തായാലും ഇതിൽ ഇഷ്ടപ്പെട്ട ഒരു ഡ്രസ്സ് ഞാനിപ്പോൾ ട്രൈ ചെയ്യാൻ പോവാണ്. എന്തായാലും അധികം ഡൗട്ടൊന്നും ഇല്ലാതെ തന്നെ എനിക്ക് നല്ലൊരു ഡ്രസ്സ് തന്നെ കിട്ടിയിട്ടുണ്ട്. എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ വെഡ്ഡിങ്ങിന് യൂസ് ചെയ്യുന്ന നല്ല വർക്കുള്ള ഒരു ലെഹങ്കയാണ്. ഇതിനകത്ത് സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ രണ്ട് അതായത് ടോപ്പും ബോട്ടും ഉണ്ടാക്കിയിരിക്കുന്നത് വെൽവെറ്റ് കൊണ്ടാണ്. അത് കൂടാതെ ചില സ്ഥലത്ത് നെറ്റിൻ്റെ വർക്ക് ഉണ്ട്, ഈവൻ ഷോളിലും ഉണ്ട്, അതിൻ്റെ അടിയിലുണ്ട്. ഈ ഡ്രസ്സിൻ്റെ ബാക്കിൽ, ടോപ്പിൻ്റെ ബാക്കിലും ഈ നെറ്റിൻ്റെ നല്ല വർക്ക് ഉണ്ട്. പിന്നെ ഇതിൻ്റെ സ്പെഷ്യലായിട്ട് പറയുകയാണെങ്കിൽ ഇതിൻ്റെ വർക്ക് വളരെ സ്പെഷ്യലാണ്. മിക്കപ്പോഴും എനിക്ക് തോന്നുന്നു ഈ ലുലു സെലിബ്രേറ്റ് തന്നെ ആണിത് ഉണ്ടാക്കിയിട്ടുള്ളത്, ഇതിൻ്റെ വർക്ക് എല്ലാം ചെയ്തിരിക്കുന്നത്. ഇനി ആരെങ്കിലും പറയുകയാണെങ്കിൽ അവരുടെ കളറിനോ അവരുടെ താല്പര്യത്തിനനുസരിച്ച് ഇത് ഉണ്ടാക്കി കൊടുക്കും. അതുകൂടാതെ ഇവിടെ വളരെ ഡിഫറെൻറ്റ് കളേഴ്സ് അവൈലബിൾ ആണ്. ഇതൊക്കെ അറിയണമെങ്കിൽ ഇവിടെ തന്നെ വരണം. ഇതിൻ്റെ വർക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിനകത്ത്
സർദോസി വർക്ക് ഉണ്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ ആൻറ്റിക്കിലുള്ള സീക്വൻസും ബീഡ്സും ഉണ്ട്. പിന്നെ കൂടാതെ കുറേ സ്റ്റോൺസ് ഉണ്ട്. പിന്നെ കുറച്ച് ഫ്രഞ്ച് നോട്ട്സ് ഉണ്ട്. ഇതൊക്കെ വളരെ സ്പെഷ്യലായിട്ടുള്ള കുറേ വർക്ക്സാണ്. അതുകൊണ്ടായിരിക്കും ഇത് വളരെ ഹെവിയാണ്. അതുപോലെ തന്നെ ഭയങ്കര ഡിഫറെൻ്റ് ആയി നിൽക്കുന്നതും ഇതിൻ്റെ ഒരു ഡിഫറെൻറ്റ് വർക്ക്സ് കൊണ്ടാണ്. ഇനി എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമുക്ക് എന്തായാലും ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം. ലുലു സെലിബ്രേറ്റ് വെഡിങ് മന്ത്രയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തന്നെ മനോഹരമായ ഒരു വെഡിങ് ജേണിയുമായി നമുക്ക് വീണ്ടും കാണാം. സോ ടിൽ ദെൻ സ്റ്റേ ബ്ലിസ്ഫുള്ളി ഹാപ്പി. ബൈ.